ഹായ്, ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീണിൻ്റെ Q2 റിസൾട്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. മൈക്രോ ഫിനാൻസ് സെക്ടറിലുള്ള ഒരു കമ്പനിയാണ് ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീൺ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. 2024 തൊട്ട് 2025 മൈക്രോ ഫിനാൻസ് സെക്ടർ ഇന്ത്യയിൽ കംപ്ലീറ്റ്ലി ഡൗൺ ആണ്. 2024 RBIയുടെ ഒരു പുതിയൊരു റെഗുലേഷൻ വന്നിരുന്നു. 4 ലോൺ കൂടുതലുള്ള ആൾക്കാർക്ക് മൈക്രോ ഫിനാൻസ് ലോൺ കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. സോ അതിൽ തന്നെ ഒരുപാട് ഡിസ്ബേഴ്സ്മെൻറ്റിനെ ഇങ്ങനത്തെ കമ്പനികളിൽ എഫക്റ്റ് ചെയ്തിരുന്നു. ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീൺ അല്ലെങ്കിൽ അർമാൻ ഫിനാൻസ്, ഉജ്ജീവനൊക്കെ പോലുള്ള സ്മോൾ ഫിനാൻസ് ബാങ്കുകളെ അടക്കമുള്ള ബാങ്കുകളിൽ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്തിരുന്നു അവരുടെ ഡിസ്ബേഴ്സ്മെൻറ്റിനെ. അതിനുശേഷം 2025 സ്റ്റാർട്ടിങ്ങിൽ കർണാടകയിൽ ഒരു ഓർഡിനൻസ് വന്നിരുന്നു. അതായത് ഈ നമ്മുടെ സാധാരണ പലിശയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓർഡിനൻസ് ആയിരുന്നു. പക്ഷേ അതിൽ ഈ മൈക്രോ ഫിനാൻസ് സെക്ടറിലുള്ള കുറേ കമ്പനികളെ കൂടുതൽ അഫക്റ്റ് ചെയ്തിരുന്നു. ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീൺ കൂടുതലായിട്ട് ബിസിനസ് ചെയ്തിരുന്ന ഒരു ഏരിയയാണ് കർണാടക എന്ന് പറയുന്ന സ്റ്റേറ്റ്. സോ അതുകൊണ്ട് തന്നെ ആ ഓർഡിനൻസ് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്തൊരു കമ്പനിയാണ് ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീൺ എന്ന് പറയുന്നത്. പക്ഷേ ഈ 2025 തുടക്കം തൊട്ട് തന്നെ ഈ മൈക്രോ ഫിനാൻസ് സെക്ടർ ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ചു തുടങ്ങിയിരുന്നു. സോ ആ കർണാടകയുടെ ഓർഡിനൻസിൻ്റെ എഫക്റ്റ് ഇല്ലായിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഈ സെക്ടറിൽ നല്ലൊരു ബുള്ളിഷ്നെസ് വരേണ്ടതായിരുന്നു. സോ ഇനി എനിക്ക് തോന്നുന്നത് 2026 നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കാൻ സാധ്യതയുള്ളൊരു സെക്ടറാണ് ഈ മൈക്രോ ഫിനാൻസ് സെക്ടർ എന്ന് പറയുന്നത്. ബാങ്കിങ് സെക്ടറിൽ നോക്കുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ട് ഒരു കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ട് തോന്നുന്നുണ്ട് 2026 മൈക്രോ ഫിനാൻസ് സെക്ടർ എന്ന് പറയുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ Q1 തന്നെ Q1 അല്ല, കഴിഞ്ഞ Q4 തൊട്ട് തന്നെ ഈ സെക്ടറിലുള്ള കമ്പനികൾ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നു. അതായത് അവരുടെ DPD ബക്കറ്റ്സിൽ പാർ 0+ പാർ 90+ലും ഒക്കെ ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ചു തുടങ്ങിയിരുന്നു. കഴിഞ്ഞ ക്വാർട്ടറിൽ നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വന്നിരുന്നു. ഈ ക്വാർട്ടറിൽ ഇപ്പോൾ Q2 അപ്ഡേറ്റ് വന്നപ്പോഴത്തേക്കും ഇവരുടെ പാർ 0+ എന്ന് പറയുന്നത് 4.7 ആയിട്ട് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 5.9 ആയിരുന്നു. Q1Q അനാലിസിസ് ആണ് പറയുന്നത്. കഴിഞ്ഞ Q1 5.9 ഉണ്ടായിരുന്നു, 4.7 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇത് ഓൾ ഇന്ത്യ ആണ് പറയുന്നത്. അതിലവർ കർണാടക എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ 4.4 ഉണ്ടായിരുന്നു, 3.8 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ പാർ 90ലും 3.3, 2.5 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. സോ എല്ലാ സ്റ്റേറ്റിലും ഇവരുടെ ഈ പറഞ്ഞ DPD ബക്കറ്റ്സിൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. 2 സ്റ്റേറ്റുകളിൽ മാത്രമാണ് ചെറിയൊരു ഇൻക്രീസ് വന്നിരിക്കുന്നത്. അത് മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലുമാണ്. കമ്പനി അത് പറയുന്നത് അവർ റെയിൻ്റെ അല്ലെങ്കിൽ അവിടെ ഫ്ലഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ ആ ഫ്ലഡിൻ്റെ എഫക്റ്റ് കൊണ്ട് കുറച്ച് റീപേയ്മെൻറ്റ്സിൽ ചെറിയൊരു ബുദ്ധിമുട്ട് വന്നതാണ്. സോ അത് നെക്സ്റ്റ് ക്വാർട്ടറിൽ തന്നെ അത് റിക്കവർ ആവുമെന്നാണ് കമ്പനി പറയുന്നത്. സോ ഓൾറെഡി ഇപ്പം റിസൾട്ടുകൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന മൈക്രോ ഫിനാൻസ് സെക്ടറിലുള്ള കമ്പനികളിലെല്ലാം തന്നെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. ഇനിയിപ്പം അർമാൻ ഫിനാൻസിൻ്റെ റിസൾട്ടോട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു നല്ലൊരു വ്യൂ കിട്ടും എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. സോ മെയിൻ റിസൾട്ടിൽ ഇവരുടെ കമ്പനിയുടെ അക്കൗണ്ട് കോളിൽ എന്താണ് ഇവർ പറയുന്നത് നമുക്ക് മെയിനായിട്ട് നോക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സെക്ടറിലെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ മെയിൻ റീസൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ഡിസ്ബേഴ്സ്മെൻറ്റ് കൂടിയിട്ടുണ്ട്. അതായത് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കൂടിയിട്ടുണ്ടെന്നല്ല, അവർ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. 33% ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഇയർ ഡിസ്ബേഴ്സ്മെൻറ്റിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ എംപ്ലോയി ബേസ് 21,300 സംതിങ് ഉണ്ടായിരുന്നത് 21,700 സംതിങ്. അതായത് അവരുടെ എംപ്ലോയി ബേസ് കൂടുന്നുണ്ട്. ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ നമ്പർ കൂട്ടിയിട്ടുണ്ട്. ഈ H1 മാത്രം ഫസ്റ്റ് ഹാഫിൽ മാത്രം 150ഓളം ബ്രാഞ്ചുകളാണ് അവർ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതിൽ ഈ Q2 96 ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ ഫ്യൂച്ചറിലേക്ക് നല്ലൊരു പ്രോസ്പെക്റ്റ് ഇല്ലാതെ ഒരു കമ്പനി ഒരിക്കലും ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ എംപ്ലോയീസിനെ ആഡ് ചെയ്യുക, എക്സ്പെൻസ് കൂട്ടില്ല. അതേപോലെ ഡിസ്ബേഴ്സ്മെൻറ്റ് ഒരു കൂട്ടില്ല. സോ നമ്മൾ മൈക്രോ ഫിനാൻസ് സെക്ടറിലുള്ള എല്ലാ കമ്പനികളിലും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ട്രെൻഡ് കാണാൻ പറ്റും. അതായത് അവരുടെ DPD ബക്കറ്റ്സ് കുറഞ്ഞു വരുന്നുണ്ടെന്നും അതേപോലെ തന്നെ ഡിസ്ബേഴ്സ്മെൻറ്റിൻ്റെ ഫിഗേഴ്സ് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ എംപ്ലോയി ബേസും കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് മൈക്രോ ഫിനാൻസ് സെക്ടറിൽ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിൽ പയ്യെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. സോ അത് കഴിഞ്ഞൊരു ജനുവരി ഫെബ്രുവരിക്ക് ശേഷം നോക്കിയാൽ മനസ്സിലാവും ഒരുമാതിരിപ്പെട്ട മൈക്രോ ഫിനാൻസ് കമ്പനികളുടെ എല്ലാം ബേസ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ചാർട്ടിൽ തന്നെ പ്രൈസ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. സോ അതേപോലെ തന്നെ ഇവരുടെ കഴിഞ്ഞ ക്വാർട്ടറിൽ ഉണ്ടായിരുന്നതിന് കഴിഞ്ഞും നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ബുക്കുകളിലെല്ലാം നമുക്ക് കാണാൻ പറ്റും. സോ ഇവരുടെ ഫുള്ളും റിസൾട്ട് വന്നതിന് ശേഷം നമുക്കത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അനലൈസ് ചെയ്യാം. സോ അതിനുശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.